Good morning students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം ഒരു പ്രാക്ടിക്കലാണ് ചെയ്യാൻ പോകുന്നത്. ആ പ്രാക്ടിക്കലിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലാമ്പ് കൺട്രോൾഡ് ബൈ 1 സ്വിച്ച് ആയിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 1 ലാമ്പ് കൺട്രോൾഡ് ബൈ 1 സ്വിച്ച് ഇൻ സീരീസ്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോറി, 1 ലാമ്പ് അല്ല, 2 ലാമ്പ് കൺട്രോൾഡ് ബൈ 1 സ്വിച്ച് സീരീസ്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം ചെയ്തത് 1 ലാമ്പ് ആയിരുന്നു. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 2 ലാമ്പ് കൺട്രോൾഡ് ബൈ 1 സ്വിച്ച് സീരീസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ നമുക്ക് നിങ്ങൾ കുറച്ച് പേരായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ വർക്കിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് PVC പൈപ്പാണ്. നമ്മൾ കോൺഡ്യൂട്ടിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് PVC പൈപ്പ് വേണം. പിന്നെ അതുകൊണ്ട് തന്നെ കോപ്പർ വയർ വേണം. പിന്നെ അത്രയും സാധനങ്ങളാണ് മെറ്റീരിയലിൻ്റെ കൂട്ടി. പിന്നെ സ്വിച്ച്, സാഡില്, അങ്ങനെ ഉള്ള ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ടൂൾസ് വേണം. അതായത് സ്ക്രൂ ഡ്രൈവർ വേണം, പോക്കർ വേണം, സ്റ്റീൽ റൂൾ വേണം, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ടെസ്റ്റർ വേണം ചെക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വർക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പ്രിപ്പയർ ദ എസ്റ്റിമേറ്റ്. നമുക്ക് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വേണം, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പം സെലക്ട് ദ മെറ്റീരിയൽസ് ടു ദ വയറിങ്. അതായത് ഫസ്റ്റ് പ്രിപ്പയർ ദ എസ്റ്റിമേറ്റ്, സെലക്ട് ദ മെറ്റീരിയൽസ് ടു ദ വയറിങ് ആസ് പെർ ദെയർ ആക്യുറേറ്റ് സ്പെസിഫിക്കേഷൻ. അതായത് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന എസ്റ്റിമേറ്റ് എടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നത് മെറ്റീരിയൽസ് വളരെ ആക്യുറേറ്റായിട്ട്, വളരെ കറക്റ്റായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനിലുള്ള വയറിങ് ആക്സസറീസ് ആണ് എടുക്കുക. ഫിക്സ് ദ കണ്ടക്ടർ യൂസിങ് PVC പൈപ്പ്. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് കണ്ടക്ടർ വേണം, യൂസിങ് PVC പൈപ്പ് വേണം. പിന്നെ സാഡിൽസ് വേണം. പിന്നെ ആൻഡ് സ്ക്രൂസ് ഓൺ ദ വർക്ക്. പിന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട്, ഈ വർക്ക് ചെയ്യാനായിട്ട് ഒരു വർക്ക് ബോർഡ് വേണം. ഈ വർക്ക് ബോർഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ കണക്ട് ദ സ്വിച്ച് ആൻഡ് ഹോൾഡേഴ്സ്. അതായത് നമ്മൾ ഇതിൻ്റെ സ്വിച്ച്, നമുക്ക് ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ലാമ്പാണ്. അപ്പോൾ 2 ഹോൾഡറ്, ഒരു സ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് വേണം. പിന്നെ സാഡിൽസ് വേണം, അത് പറഞ്ഞായിരുന്നല്ലോ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ആസ് പെർ ദ സർക്യൂട്ട് ഡയഗ്രാം. നമുക്ക് ഇതിനൊരു സർക്യൂട്ട് ഡയഗ്രാം വേണം. ആ സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലേ ഔട്ടാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അത് L1 L2 എന്നാണ് ലേ ഔട്ടിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ആ സർക്യൂട്ട് ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് ആ ലേ ഔട്ട് കാണുമ്പോൾ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം ഓൾറെഡി നമ്മൾ വരയ്ക്കണം. ഇത് കാണാതെ വരയ്ക്കേണ്ടതാണ്. ഞാൻ പിന്നെ നിങ്ങളെ ഇപ്പം ക്ലാസ് ഒന്നും ഇല്ലാത്തതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ തൊട്ട് ഒന്നീ ലേ ഔട്ട് തരും, എന്നിട്ട് നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കണക്ഷൻ ഒന്ന് നോക്കുക. 2 ലാമ്പ് കൺട്രോൾഡ് ബൈ 1 സ്വിച്ച് സീരീസ്. അതിൽ L1 L2 എന്ന് പറയുന്നത് ഇതിൻ്റെ ലേ ഔട്ടാണ്. അതിൽ സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ കണക്ഷൻ വരുന്നത് ഉണ്ട്. N എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂട്രൽ വരുന്നുണ്ട്. പിന്നെ അതിൽ വരുന്നത് ഒരു ന്യൂട്രൽ ലിങ്ക് ഉണ്ട്. പിന്നെ ആ ന്യൂട്രൽ ലിങ്കിൽ നിന്ന് നേരെ ഹോൾഡറിലേക്ക് പോയി, ഹോൾഡറിൽ നിന്ന് നേരെ ഈ ന്യൂട്രൽ ലിങ്കിൽ നിന്ന് നേരെ ഹോൾഡറിലേക്ക് പോയി. പിന്നെ അടുത്ത ടെർമിനൽ ഹോൾഡറിൽ നിന്ന് നേരെ മറ്റേ ഹോൾഡറിലേക്ക് പോയി. ആ ഹോൾഡറിൽ നിന്ന് നേരെ താഴെ വന്ന് സ്വിച്ചിലേക്ക് പോകുന്നു. അതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അതാണ് ന്യൂട്രൽ. അങ്ങനെയാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത്.
അതിലെ ഫേസ് വരുന്നത് നേരെ ഫ്യൂസിലോട്ട് പോയിട്ട് ഫ്യൂസിൽ നിന്ന് നേരെ സ്വിച്ചിലോട്ട് പോകും. അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ കണക്ഷനാണ് ഇത്. നമുക്ക് ചെയ്യാവുന്ന ഇതാണ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 1 ലാമ്പ് കൺട്രോൾഡ് ബൈ 1 സ്വിച്ച് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ 2 ലാമ്പ് കൺട്രോൾഡ് ബൈ 1 സ്വിച്ച് ഇൻ സീരീസ് എന്ന് പറയുന്ന ഭാഗം. ഇത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക, അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം പഠിക്കുക, അതിൻ്റെ മെറ്റീരിയൽസ് എന്നാക്കിയാൽ നോക്കുക, പ്രൊസീജിയർ നോക്കുക.